ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടത്തിൽ പങ്കാളിയായി കുറ്റിച്ചൽ സ്വദേശിനി ബാഹിയ ഫാത്തിമ എം.ജെ. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ സ്വദേശിനിയായ ബാഹിയ ഫാത്തിമ എം.ജെ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടത്തിൽ പങ്കാളിയായി ശ്രദ്ധേയയായി. ചെറുപ്രായത്തിൽ തന്നെ അർപ്പണബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും യോഗാ പരിശീലനം നടത്തി ശ്രദ്ധ നേടിയ ബാഹിയ ഫാത്തിമയുടെ ഈ നേട്ടം നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ്. 2025 ജൂൺ 21 ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന വൻപിച്ച യോഗ പരിപാടിയിലാണ് ബാഹിയ ഫാത്തിമ പങ്കെടുത്തത്. ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ആയുഷ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ 22,122 പേർ ഒരേ സമയം സൂര്യ നമസ്കാരം നിർവഹിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. ഈ ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമായതിനുള്ള ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ബാഹിയ ഫാത്തിമയ്ക്ക് ലഭിച്ചു. 2016 ഫെബ്രുവരി 10 ജനിച്ച ബാഹിയ ഫാത്തിമ എം.ജെ. മൊയിനുദ്ദീൻ, ജാസ്മിൻ എന്നിവരുടെ മകളാണ്. സഹോദരന്മാർ മുഹമ്മദ് ബിലാൽ, മുഹമ്മദ് അൽബുർഹാൻ. SNHSS ഉഴമലക്കൽ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിലെ കായിക അധ്യാപകൻ സഞ്ജയ് കുമാർ സാറിൻ്റെ പ്രചോദനത്തിലും മാർഗനിർദ്ദേശത്തിലും മലയൻകീഴ് വലിയറത്തല കുങ്ഫു ആൻഡ് യോഗ സെൻറ്റർ ബിനുകുമാർ ആൻഡ് അരൂജ് സാറിൻ്റെ പരിശീലനത്തിൽ യോഗാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാഹിയ ഫാത്തിമ അച്ചടക്കവും കഠിനാധ്വാനവും കൊണ്ട് ഇതിനകം തന്നെ അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രശംസ നേടിയിട്ടുണ്ട്. ഉഴമലക്കൽ SNHSലെ അധ്യാപകരും PTE നൽകിയ സപ്പോർട്ടാണ് ഈ അന്താരാഷ്ട്ര നേട്ടത്തിലേക്കുള്ള യാത്രയിൽ നിർണായക പങ്കുവഹിച്ചതെന്ന് കുടുംബാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇത്രയും ചെറുപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ യോഗ റെക്കോർഡ് നേട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് ബാഹിയ ഫാത്തിമയുടെ കഴിവിനും ആത്മസമർപ്പണത്തിനും തെളിവാണ്. ഈ നേട്ടം കുറ്റിച്ചലിനും SNHSS ഉഴമലക്കൽ സ്കൂളിനും മാത്രമല്ല, കേരളത്തിനാകെ അഭിമാനകരമായ അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. എൻ്റെ പേര് ബാഹിയ ഫാത്തിമ. എൻ്റെ വാപ്പായുടെ പേര് മൊഹീനുദ്ദീൻ. എൻ്റെ ഉമ്മായുടെ പേര് ജാസ്മിൻ. ഞാൻ ഉഴമലക്കൽ സ്കൂളിൽ പഠിക്കുന്നു. എനിക്കൊരു ഇക്കായും ഒരു അനിയനുമുണ്ട്. പിന്നെ എനിക്ക് ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്തത് സഞ്ജയ് സാറും പ്രീത ചേച്ചിയാണ്. കോക്കോയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ചേച്ചിയാണ്. എന്നെ അരുജ് സാറാണ് യോഗ പഠിപ്പിച്ചത്. ഉഴമലക്കൽ SNHS ഉഴമലക്കൽ പഠിക്കുന്നു. അവിടെ കോക്കോയ്ക്ക് പങ്കെടുത്തതിന് ശേഷം പിന്നെ ഞാൻ യോഗ കുറേ നാൾ അങ്ങനെ പോകില്ലായിരുന്നു. കോക്കോ പഠിപ്പിക്കുന്ന സാറിൻ്റെ പേര് സഞ്ജയ്. ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടോ? കിട്ടിയപ്പോൾ എന്താ തോന്നിയത്? കിട്ടിയപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താ ഈ കോക്കോ പഠിക്കാൻ താല്പര്യം തോന്നിയ എന്താ കാര്യം? അത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടത്തിന് സ്പീഡൊക്കെ കിട്ടും. വീട്ടിൽ വേറെ ആരെങ്കിലും കോക്കോ പഠിക്കുന്നവരുണ്ടോ? ഇക്കായും അനിയനും ഉണ്ട്. കോക്കോ പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ സപ്പോർട്ട് എങ്ങനെയാ? സ്കൂളിലെ ടീച്ചർമാര് സാറന്മാര് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എന്തിനാ ഈ ഗിന്നസ് കിട്ടിയത്, ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്? സൂര്യ നമസ്കാരം. എത്ര സമയം ഒക്കെ ഉണ്ടായിരുന്നു? അതോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? പതുക്കെ ചെയ്യാവൂ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. സ്കൂളിൽ ഈ സഞ്ജയ് സാറ് എൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിച്ച് ലോകകപ്പ് നേടിയ, കോക്കോയിൽ ലോകകപ്പ് നേടിയ കുട്ടി സാറിൻ്റെ ശിഷ്യനാണ്. ഇതിൻ്റെ പേര് നിഖിൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുകയും വേൾഡ് കപ്പ് നേടിയ ടീമിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേ നമുക്ക് കൂടുതലും താല്പര്യം തോന്നി. കോക്കോയിൽ കൂടി ഒരുപാട് കുട്ടികൾ, കോക്കോയിൽ മാത്രമല്ല, അവരവരുടെ കഴിവിനനുസരിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്കൂളും അധ്യാപകനുമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് എല്ലാ മേഖലയിലും. അതിന് ഉഴമലക്കൽ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് സഞ്ജയ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഏറ്റവും താല്പര്യം മോളെ അരൂജ് സാറിൻ്റെ അടുത്ത് തന്നെ വിടാൻ തോന്നിയത്, അദ്ദേഹം നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ്. ഈ കോട്ടൂർ എന്നുള്ളതല്ല, കേരളത്തിൽ നല്ല ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ല ഒരു അധ്യാപകനും കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മക്കളെ വിടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ പ്രത്യേകം കുടുംബത്തിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മോൾക്ക് ഇങ്ങനൊരു ടാലൻ്റ് ഉണ്ടെന്ന് എപ്പോഴാണ് തോന്നിയത് ശരിക്കും? മോള് കുട്ടിക്കാലം മുതലേ
സ്പോർട്സിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം കുറ്റിച്ചൽ സെൻറ്റ് ആൻ്റണി സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴേ സ്പോർട്സിലൊക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെയാണ് അരൂജ് സാറിനുമായിട്ട് പരിചയപ്പെട്ടു. അരൂജ് സാറ് അവിടെ പഠിപ്പിക്കാൻ വിട്ടത്. അപ്പോൾ അരൂജ് സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു, ട്രെയിൻ ചെയ്യിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ പോയി അതിൽ അവൾ യോഗയിൽ ആദ്യം തന്നെ യോഗയിൽ ചേർന്നു. യോഗയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഇതുപോലെ ഒരു പരിപാടി നടക്കണമെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുപ്പിച്ചു. ഇങ്ങനെ ഒരു റെക്കോർഡ് കിട്ടിയത്. അതിനുശേഷം സെൻറ്റ് ആൻ്റണി സ്കൂളിൽ നിന്നും മാറി ഉഴമലയ്ക്കൽ SNHSSലേക്ക് മാറുകയും അവിടെ സഞ്ജയ് സാറിൻ്റെ ശിക്ഷണത്തിൽ ഖോഖോയ്ക്ക് സ്കൂളിലൊക്കെ സ്പോർട്സിന് എല്ലാത്തിനും നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് സാറ് ഖോഖോയ്ക്ക് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഖോഖോയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഈ യോഗയ്ക്ക് അങ്ങനെ പോകുന്നില്ല. അവൾക്ക് തുടർന്നും പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ തുടർന്ന് വിടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. വളരെ സന്തോഷം. നമുക്ക് മക്കൾക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മക്കൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ രക്ഷകർത്താക്കൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അരൂജ് സാറിനും അവളെ ഇത്രയും നല്ല രീതിയിൽ ആക്കിയെടുത്ത ഉഴമലയ്ക്കലിലെയും സെൻറ്റ് ആൻ്റണീസിലെയും അധ്യാപകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവാണ്. കഴിഞ്ഞ വർഷം സെൻറ്റ് ആൻ്റണി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്പോർട്സിന് മോളെ ഉഴമലയ്ക്കൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെ ആള് കുഞ്ഞിലെ ഇച്ചിരി ഗ്ലൂമി ആയിരുന്നു. വലുതായിട്ട് വലിയ ആക്റ്റീവ് അല്ല എങ്കിലും സ്പോർട്സിനൊക്കെ പോകുമെങ്കിലും ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. ഇതിന് സ്പോർട്സിനും യോഗയ്ക്കൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് ആൾ ഇച്ചിരി ആക്റ്റീവായി തുടങ്ങിയത്. വീട്ടിലെല്ലാവരും ഖോഖോ പഠിക്കുന്നവരാണ് എന്ന് കേട്ടോ. അതുകൊണ്ട് കുട്ടികളെല്ലാം ഇങ്ങനെ ഒരു കായികീനം പഠിപ്പിക്കണമെന്ന് തോന്നിയെന്താ? സ്കൂളിൽ നമ്മുടെ ഉഴമലക്കൽ സ്കൂളിലെ സഞ്ജയ് സാറ് ഭയങ്കര ആക്റ്റീവാണ്. പിള്ളേരെ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിയുടെ ശിക്ഷണത്തിലാണ് 3 പേരും ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു സപ്പോർട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും. അവർക്ക് 3 പേർക്കും സ്പോർട്സിനോട് വലിയ ഇൻട്രസ്റ്റാണ്. ഇളയ മോൻ ബുർഹാന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവിടെ ഒന്നും സ്പോർട്സിന് വലിയ താല്പര്യമാണ്. അതുപോലെ മൂത്തയാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനും സ്പോർട്സിന് വളരെ താല്പര്യത്തോടു കൂടി അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്താണ് ഖോഖോ. അപ്പോൾ സാറിനും അതിൽ അവർ നല്ല പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് സാർ അതിലേക്ക് തന്നെ അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഉഴമലയ്ക്കൽ സ്കൂളിലെ PTA അധ്യാപകരുടെ എല്ലാം സപ്പോർട്ട് എൻ്റെ മക്കൾക്ക് എന്നല്ല അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുള്ളതായിട്ടാണ് എനിക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ കുട്ടികൾക്കും വളരെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ടാലൻ്റ് അനുസരിച്ച് ടീച്ചേഴ്സ് ആയാലും സാറന്മാരായാലും PTA ആയാലും മാനേജ്മെൻ്റ് ആയാലും അതിനനുസരിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരിതാണ് സ്കൂളിലൊക്കെ.